സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമാവുകയാണ്. ഇന്ന് 5 മരണം റിപ്പോർട്ട് ചെയ്തു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുട്ടനാട്ടിൽ പ്രളയ സമാനമായ അവസ്ഥയുണ്ട്. 2000-ഓളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ 4 പേർ തിരിച്ചെത്തിയെന്നത് ആശ്വാസകരമായ വാർത്തയാണ്. കന്യാകുമാരി തീരത്ത് കണ്ടെത്തിയ ബോട്ടിലെ മറ്റു 4 പേരും സുരക്ഷിതരുമാണ്. വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുകയുമാണ്. വിവരങ്ങളുമായി മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്നൊപ്പം YS അഭിനന്ദ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. ആദ്യം മേഘ്നയിലേക്കാണ്. മേഘ്ന, ഒട്ടുമിക്ക ജില്ലകളിലും മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെന്ന് മനസ്സിലാക്കുന്നു. വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പ് എങ്ങനെയാണ്? പക്ഷേ ഈ മഴക്കെടുതികൾ, മഴയുടെ നാശനഷ്ടങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തുടനീളം ഇപ്പോൾ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലടക്കം മഴ ഇന്നലത്തെക്കാളും അളവ് കുറഞ്ഞാണ് ഇന്ന് പെയ്തത്. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മഴ പ്രവചനം അനുസരിച്ച് ഇന്ന് 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. അതായത് ശക്തമായ മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. പക്ഷേ നാളെ മുതൽ വരുന്ന 3 ദിവസത്തേക്ക് മഴ കുറയാനും സാധ്യതയുണ്ട്. അത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതും പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതും ഈ മഴയുടെ ശക്തി കുറയ്ക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്നത്. അതിൽ പക്ഷേ ഈ മഴയ്ക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 8 ദിവസങ്ങളായി പെയ്ത കാലവർഷ പെയ്ത്തിൽ വലിയൊരു നാശനഷ്ടം തന്നെ സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. അത് മഴക്കെടുതിയായും അല്ലെങ്കിൽ വീടുകളടക്കം ഭാഗികമായി നഷ്ടപ്പെടുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്ത് വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റിന്റെ വേഗത വലിയൊരു പ്രശ്നം സംസ്ഥാനത്തുടനീളം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ പലയിടത്തും പല ഭാഗങ്ങളിലായി ജില്ലകളിലായി വിവിധ കുടുംബങ്ങൾ 2000-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. KSEBക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ്. അങ്ങനെ പലതരത്തിലും ഈ മഴ, അതിശക്തമായ മഴ പെയ്ത ദിവസങ്ങളിൽ കനത്ത നാശനഷ്ടം കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നില്ല, യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന 3 ദിവസങ്ങളിലേക്ക് മഴ കുറയുമെന്ന് അറിയുന്നു. പക്ഷേ ജാഗ്രത പാലിക്കണം. അത് ഏതെങ്കിലും തരത്തിൽ മലയോര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ തീരദേശ മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ജൂൺ 3-ാം തീയതി വരെ തുടരും. അത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 3 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുപോലെ മലയോര മേഖലകളിലേക്ക് അടക്കമുള്ള യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം. അങ്ങനെ തീരദേശത്തുള്ളവർ, മലയോര പ്രദേശത്തുള്ളവരൊക്കെ അതീവ ജാഗ്രത വരും ദിവസങ്ങളിലും പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ മഴയുടെ ശക്തി, അതായത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു എന്ന് വെച്ച് മഴ ഇല്ല അല്ലെങ്കിൽ മഴ ഒട്ടും പെയ്യില്ല എന്നുള്ളതല്ല, മറിച്ച് മഴയുടെ ശക്തി കുറയും. എന്നാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി മേഘ്ന, ഏതായാലും മൺസൂൺ കാലമാണ്. മഴ അങ്ങനെ ഏറെയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അടുത്ത 2-3 ദിവസങ്ങളിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടാവുമെങ്കിൽ പോലും മഴക്കെടുതി നമ്മൾ നോക്കിയാൽ അറിയാം. ആലപ്പുഴയിലടക്കം പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാണ്. ഇനി നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. YS അഭിനന്ദ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, എല്ലാ കാലത്തും ആലപ്പുഴയുടെ അപ്പർ കുട്ടനാടിൻ്റെ ഒക്കെ അവസ്ഥ പെയ്ത്ത് വെള്ളം ഒപ്പം കിഴക്കൻ വെള്ളത്തിന്റെ വരവ്, ഇത് രണ്ടും കൂടി ആവുമ്പോഴേക്കും അവിടെ മുങ്ങുന്ന നില. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. നിലവിൽ എങ്ങനെയാണ് ഈ കിഴക്കൻ വെള്ളത്തിന്റെ വരവ്? വരും ദിവസങ്ങളിൽ ജലനിരപ്പ് ഉയരുമോ? അതല്ല ഈ കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഏത് നിലയിലാണ്? നാളത്തേക്കൊക്കെ വെള്ളം ഇറങ്ങും? എന്താണ് നാട്ടുകാർ പറയുന്നത്? അവരുടെ ഒരു അനുമാനം എന്താണ്? ഗോകുൽ, കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. പല പ്രദേശങ്ങൾ നമ്മൾ ഇന്ന് സഞ്ചരിച്ചപ്പോഴും എല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് പൂപ്പള്ളി നെടുമുടി ജംഗ്ഷനിലാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ആളുകൾ, ഇത് റോഡ് ഗതാഗതം പോകുന്ന സ്ഥലമാണ്, ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്താണ് ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. പല പ്രദേശങ്ങളിലും ഇത്തരത്തിലേക്കുള്ള ചേട്ടാ, എങ്ങോട്ടാണ് പോകുന്നത്? കുറെ ദിവസമുണ്ട്. ഇതൊന്നും ആയില്ല, ഇനി കിടക്കാന്നുള്ളു. ഇനി ഇത്ര വെള്ളം കാരണം അത്രയ്ക്കായില്ല. ഇവിടെ തൊട്ടപ്പള്ളി പൊഴി പൊളിച്ചിട്ടില്ല. അതിന്റെ ഭാഗത്ത് വെള്ളം കൂടിക്കൊണ്ടിരിക്കും, കുട്ടനാട് മുങ്ങിക്കൊണ്ടിരിക്കും. അത് കുറഞ്ഞാണെങ്കിൽ കുറവാണ്. പക്ഷേ ഇപ്പോൾ അത് തുറക്കുന്നില്ല. നമ്മുടെ കപ്പൽ മുങ്ങിയ പിന്നല്ലേ രാസവസ്തുക്കൾ ഉള്ളിൽ കയറി പറഞ്ഞ് അത് തുറക്കാത്ത ഇത് വെള്ളം കൂടാൻ കാരണം. ഗോകുൽ, തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകിയതാണ് ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നതാണ് പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചത്. മണിമലയാറ്റിലെ പമ്പയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തോട്ടപ്പള്ളി
പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. പക്ഷേ അത് വൈകി എന്നുള്ള പ്രതിഷേധം നേരത്തെ തന്നെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. കടൽ തീരപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തൃക്കുന്നപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ കടലേറ്റം രൂക്ഷമാണ്. ഇന്ന് ആലപ്പുഴ ഒറ്റമശ്ശേരിയിൽ നിന്നും കടലേറ്റം രൂക്ഷമാണെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ന് ആലപ്പുഴ പോഞ്ഞിക്കരയിലെ ജനങ്ങൾ ഏതാണ്ട് 100ഓളം വീടുകൾ വെള്ളത്തിനടിയിലായ സാഹചര്യം, ആ പ്രദേശം ആകമാനം ഒറ്റപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം അവർക്ക് മാറാൻ താല്പര്യമുണ്ട്. പക്ഷേ വീടിനോട് ഒരുപാട് ദൂരെ ആയതുകൊണ്ടാണ് അവിടേക്ക് പോകാൻ സാധ്യതയില്ലെന്ന് 24 റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുകയാണ്. ആലപ്പുഴ പോഞ്ഞിക്കരയിൽ ഒറ്റപ്പെട്ട വീടുകൾക്ക് വീടിനടുത്തായ മുല്ലയ്ക്കൽ സെന്റ് ആന്റണീസിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുങ്ങുമെന്ന് ഇപ്പോൾ നഗരസഭ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ജില്ലയുടെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വലിയ പ്രതിസന്ധിയാണ് ഇവിടെ അനുഭവിക്കുന്നത്. മഴയ്ക്ക് നേരിയ കുറവ് നഗരത്തിനും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഉണ്ട്. ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മഴയില്ല, യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ റെഡ് അലർട്ടിന് സമാനമായ മഴ പല ഭാഗങ്ങളിലും പെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളക്കെട്ട് നാളെയോടുകൂടി ഇറങ്ങുമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ വിചാരിക്കുന്നത്. പക്ഷേ അതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി വലുതാണ്. അതൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പല ഭാഗത്തും കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും അമ്പലപ്പുഴ, തിരുവല്ല സംസ്ഥാനപാത, തൃക്കുന്നപ്പുഴ, ഒപ്പം തന്നെ കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട്. ആ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇപ്പോഴും ആലപ്പുഴക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ. ശരി, YS അഭിനന്ദാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.